തൻ്റെ ആദ്യ ബുക്ക് വിറ്റഴിക്കുവാൻ റോഡിൽ കച്ചവടം ചെയ്യേണ്ടി വന്ന ഒരു യുവ സാഹിത്യകാരൻ പക്ഷേ തൻ്റെ മൂന്നാം ബുക്കിലൂടെ ഇപ്പോൾ ചരിത്രം രചിച്ചിരിക്കുകയാണ്. മറ്റാരുമല്ല, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യകാരനുള്ള പുരസ്കാരം നേടിയ അഖിൽ പി ധർമ്മജനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. അഖിലെ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഈ വിവാദങ്ങളും ഇതെല്ലാം നിൽക്കട്ടെ, അതിന് മുമ്പായിട്ട് എങ്ങനെയാണ് എഴുത്തിലേക്ക് കടന്നു വരാനുള്ളൊരു സാഹചര്യം? എഴുത്തിൽ പണ്ടോട്ട് തന്നെ ഞാൻ എഴുതുമായിരുന്നു. കുട്ടിക്കാലത്ത് കഥകൾ പറയുമായിരുന്നു. പിന്നെ അത് നോട്ട്ബുക്കിലേക്ക് എഴുതി തുടങ്ങി. പിന്നീട് അത് പ്രേതകഥകളൊക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ആദ്യത്തെ നോവൽ ഔജോ ബോർഡ് എഴുതി. പിന്നെ അതിന് മുന്നേ തന്നെ എഴുതിയിട്ടുണ്ട്. 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അത് നോവലാണെന്നും അറിയില്ല. പിന്നീട് അതിനുശേഷം ഒരു +2 വെക്കേഷൻ സമയത്ത് ഔജോ ബോർഡ് എഴുതുന്നത്. പിന്നീട് പല പ്രസിദ്ധീകരണ കമ്പനികളെ സമീപിച്ചെങ്കിലും അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായി. എന്നിട്ട് അത് സിനിമാറ്റിക് രീതിയിൽ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിൽ വരുന്നൊരു നോവലാണ്. പിന്നീട് അതിനുശേഷം അത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വായിച്ച ആൾക്കാരെല്ലാം കൂടെ പണം പിരിവിട്ടിട്ടാണ് ആ ബുക്ക് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത്. പിന്നീട് അത് ബുക്ക് സ്റ്റാൾസിൽ വെക്കാൻ നോക്കിയപ്പോൾ അത് വെച്ചില്ല. എന്നിട്ട് സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ട് അങ്ങനെ പിന്നെ കൊണ്ടുനടന്ന് അങ്ങനെ വിൽക്കേണ്ടി വന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഒരു എഴുത്തുകാരനായത്. അതിനുശേഷം രണ്ടാമത്തെ നോവൽ, അതിനുശേഷം മൂന്നാമത്തെ നോവൽ എത്തിയപ്പോൾ ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഒരു പുരസ്കാരത്തിലേക്ക് എത്തുന്ന ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? രണ്ടാമത്തെ നോവൽ മെർക്കുറി ഐലൻഡ്, അത് ഞാൻ ഇതുപോലെ തന്നെ കൊണ്ടുനടന്ന് ബസ്സിലും ട്രെയിനിലൊക്കെ കൊണ്ടുനടന്ന് തന്നെ വിറ്റത്. അപ്പോൾ പിന്നീട് അതിനുശേഷം ഈ ബുക്ക് സ്റ്റാൾസിലത്തെ ആൾക്കാർ വന്ന് അന്വേഷിച്ച് തുടങ്ങി നോവലുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അതായത് പലരും ഫേസ്ബുക്കിൽ ഇത് വായിച്ചിട്ട് ഇടാൻ തുടങ്ങി, റിവ്യൂസ് ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് ബുക്ക് സ്റ്റാൾസിൽ ആദ്യമായിട്ട് വരുന്നത്. ഈ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ആ കഥയിലേക്കുള്ളൊരു വരവ് എങ്ങനെയായിരുന്നു? അങ്ങനെ ആ ഒരു കഥാതന്തുവിലേക്കുള്ളൊരു എനിക്ക് ചെന്നൈ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ മുമ്പ് പോയപ്പോൾ ആ നഗരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ അതിനെ പറ്റിയിട്ട് ഒരു കഥ എഴുതണം എന്നുള്ളൊരു മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചെന്നൈയിൽ പോയി ഫിലിം അക്കാഡമിയിൽ പഠിക്കാനായിട്ട് പോയി. ഒരു കാരണം വേണമായിരുന്നു എനിക്ക് എന്തെങ്കിലും പോകുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ കഥാപാത്രവും റാം എന്ന് പറയുന്ന കഥാപാത്രവും അവിടെ പഠിക്കാൻ പോകുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനമാണ് ഇപ്പം വിവാദമായിരിക്കുന്നത് ഈ പറയുന്ന വിമർശനങ്ങളാണ്. എഴുത്തിൻ്റെ രീതി, അല്ലെങ്കിൽ അങ്ങനെ പല ആളുകളും പല രീതിയിലുള്ള വിമർശനങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പം നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള രാജീവ് ആലുങ്കൽ അഖിലിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിമർശനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? വിമർശനങ്ങൾ ഇപ്പോൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ്. അപ്പം ഞാനത് അവരുടെ സ്പേസിൽ ഞാൻ ഒരിക്കലും കയറി ഇടപെടത്തില്ല. ഞാൻ അവരെ ഒന്നും കുറ്റം പറയാനും നിൽക്കുന്നില്ല. പിന്നെ ചില വാക്കുകൾ ഭയങ്കര മോശമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ വിഷമം ഉണ്ടാകും, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രതികരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ. അപ്പം എൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ഞാനത് പ്രതികരിക്കുന്നില്ല. അത് വിവാദങ്ങൾ അവിടെ തന്നെ നിർത്തണം എന്നുള്ളൊരു അപേക്ഷ മാത്രമാണ്. അത് ഒരു വ്യക്തി ഹത്യയിലേക്ക് പോകാതിരിക്കാൻ മാത്രം ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇനി അത് ചെയ്താലും ഞാൻ പ്രതികരിക്കാൻ പോകുന്നില്ല, അത്രയേ ഉള്ളൂ. ആലപ്പുഴയിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.